പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗം കൂടി പഠിക്കാനുണ്ട്. അതിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാട്ട് ഈസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ വാട്ട് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് ഡിഫറൻസിൻ്റെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട്, വെറാസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഇനി ഇൻ പ്ലേസ് ഓഫ് എന്ത് ആവശ്യത്തിനാണ്, എന്തിന് പകരമായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർഡ് ഇൻ നോൺ ട്രേഡിംഗ് കൺസേൺസ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻ ലിeu ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ട്രേഡിംഗ് കൺസേൺ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരമായി നോൺ ട്രേഡിംഗ് കൺസേൺസ്, അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ വേറൊരു പേരാണ് നോൺ ട്രേഡിംഗ് കൺസേൺസ് എന്നുള്ളത്. നോൺ ട്രേഡിംഗ് കൺസേൺസ് തയ്യാറാക്കുന്ന ക്യാഷ് സമ്മറി രൂപത്തിലുള്ള ക്യാഷ് ബുക്കാണ് ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ നോൺ ട്രേഡിംഗ് കൺസേൺ ഇൻ ലിeu ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായിട്ടാണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഓരോ സൈഡിലും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിലും ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിനെ അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ receipts are shown in debit side and payments on the credit side. ഏതുപോലെ നമ്മൾ പറഞ്ഞു ഇതൊരു റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതേപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിലെ incomes are entered in credit side, expenditures are recorded on debit side. എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ എഴുതുന്നു. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും എഴുതുന്നു. ഇനി അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ദർ ക്യാൻ ബി ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഓവർ ഫ്രം ദ പ്രിസീഡിംഗ് പീരിയഡ് വിച്ച് റെപ്രസെൻറ്റ് ദ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. അവിടെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം. നെക്സ്റ്റ് ആദ്യമായിട്ട് തുടങ്ങുന്ന സ്ഥാപനം ഒഴിച്ച് വേറെ കഴിഞ്ഞ വർഷങ്ങളിലത്തെ അക്കൗണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. മിക്കവാറും അവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. കാരണം ഓരോ വർഷത്തെയും എൻഡ് റിസൾട്ട് ആണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. ആ റിസൾട്ട് അപ്പോൾ തന്നെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. അതേപോലെ തന്നെയാണ് ക്ലോസിംഗ് ബാലൻസും. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഒരു ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക്. ഇയർ എൻഡിലും ഒരു സ്മോൾ എമൗണ്ട് എങ്കിലും ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാകും. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കുന്നത് തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് വെദർ ഇറ്റ് ഹാസ് മെയ്ഡ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്.
ഇനി സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും നമ്മളത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ ക്ലോസിംഗ് ബാലൻസ് CBD എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഒരു ഓപ്പണിംഗ് ബാലൻസും ഇല്ല, ഒരു ക്ലോസിംഗ് ബാലൻസും ഇല്ല. അതേസമയം റെസീറ്റ് ആൻഡ് പേയ്മെന്റിന് ഇത് രണ്ടും ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാകും, ക്ലോസിംഗ് ബാലൻസും ഉണ്ടാകും. ഇനി അടുത്ത ഐറ്റം ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് റവന്യൂ ഐറ്റംസ്. ഇത് രണ്ടും എങ്ങനെ എവിടെയൊക്കെ അപ്പിയർ ചെയ്യും? അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഇൻക്ലൂഡ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ നേച്ചർ. ക്യാപിറ്റൽ ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ്, ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ capital items are not included in income and expenditure account. റവന്യൂ നേച്ചർ ഉള്ള എക്സ്പെൻസ് ആയാലും ഇൻകം ആണെങ്കിലും മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് പീരിയഡിനെ ബേസ് ചെയ്തിട്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് റിലേറ്റിംഗ് ടു പ്രീവിയസ് പീരിയഡ്, കറന്റ് പീരിയഡ് ഓർ സക്സീഡിംഗ് പീരിയഡ്. ഇവിടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ വെദർ ഇറ്റ് ഈസ് റെസീറ്റ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഓർ നോട്ട് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കുള്ളതോ അടുത്ത വർഷത്തേക്കുള്ളതോ ആയ റെസീറ്റുകളും പേയ്മെന്റുകളും ഒക്കെ വരാം. ഈ വർഷം പേയ്മെന്റ് നടത്തിയത്, ഈ വർഷം റിസീവ് ചെയ്തത്, ഈ ഒരൊറ്റ കാറ്റഗറി മാത്രമാണ് അവിടെ നോക്കുന്നത്. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകം ആയാലും എക്സ്പെൻഡിച്ചർ റിലേറ്റിംഗ് ടു ദ പ്രസന്റ് പീരിയഡ് ഓർ കറന്റ് പീരിയഡ് മാത്രമേ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും, നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി പ്രീപെയ്ഡ് എക്സ്പെൻഡിച്ചേഴ്സ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാവാം. അത് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡിൽ നമ്മൾ പ്രീപെയ്ഡ് കൊടുത്തിട്ട് എഴുതും. അതേസമയം അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. നെക്സ്റ്റ് അതിൻ്റെ കാര്യമാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ്, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അഡ്വാൻസ് റെസീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആവശ്യമില്ല. കാരണം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഫോർ a particular period and payments made during that period and receipts made during that period ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വർഷം പേയ്മെന്റ് നടത്തിയോ റെസീറ്റ് കിട്ടിയോ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് അതാത് വർഷം റെക്കോർഡ് ചെയ്യുന്നു. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അങ്ങനെയല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ പെർട്ടിക്കുലർ പീരിയഡിലേക്ക് റിലേറ്റ് ചെയ്യുന്ന ഇൻകം, അതേ പീരിയഡിലേക്ക് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, ഇത്രയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് പീരിയഡിലേക്ക് വേണ്ടി നമ്മളിപ്പോൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കും, എക്സ്ക്ലൂഡ് ചെയ്യും. അതായത് കമ്മിങ് ഇയറിലേക്ക്, നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ഏതെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് കൊടുത്താൽ അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്യും ആ ഐറ്റത്തിൽ നിന്ന്. ഇനി അതേപോലെ അഡ്വാൻസ് ഇൻകം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത വർഷത്തേക്കുള്ള ഇൻകം ആണ്. അതും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല? ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ഡിഫറൻസ് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് ശേഷം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം എന്നില്ല. കാരണം ഇതൊരു സമ്മറി രൂപത്തിലുള്ള ക്യാഷ് ബുക്കാണ്. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ മസ്റ്റ് ഓൾവേസ് ബി അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റും കൂടി വരണം. കാരണം എന്താണ്? ഇവിടെ നമ്മൾ റവന്യൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ക്യാപിറ്റൽ, അതേപോലെ അതിൻ്റെ അസറ്റ് പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ മനസ്സിലാവുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കംപ്ലീറ്റ് ആവുന്ന, അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് ഒരു ബാലൻസ് ഷീറ്റും കൂടി വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനുശേഷം നിർബന്ധമായിട്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാകും. ഇനി സിസ്റ്റം ഓഫ് അക്കൗണ്ട്. ഇപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഓൺ ക്യാഷ് സിസ്റ്റം. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഓൺ മെർക്കൻഡൈൽ സിസ്റ്റം.
നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ വെദർ ക്യാഷ് ഇസ് റിസീവ്ഡ് ആൻഡ് വെദർ ക്യാഷ് ഇസ് പെയ്ഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം മെർക്കൻഡൈൽ സിസ്റ്റം എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ പീരിയഡ്, ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് റിലേറ്റ് ചെയ്യുന്നതാണ്. പേയ്മെന്റ് നടത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു ഉദാഹരണം, സാലറി പെയ്ഡ് ₹10,000, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹2,000. അങ്ങനെയാണെങ്കിൽ ആ വർഷം നമ്മൾ കൊടുക്കാനുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതും കൂടി കൂട്ടി നമ്മൾ 12,000 ആണ് നമ്മളെ മെർക്കൻഡൈൽ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 2,000 എന്നും കൂടി ആഡ് ചെയ്ത് 10,000 + 2,000 = 12,000 എന്ന് എഴുതുന്നത് മെർക്കൻഡൈൽ സിസ്റ്റം. അതേസമയം നമ്മൾ ക്യാഷ് സിസ്റ്റത്തിലാണെങ്കിൽ ജസ്റ്റ് ക്യാഷ് പെയ്ഡ് ഫോർ സാലറി 10,000 എന്ന് മാത്രം എഴുതുന്നു. ഇതാണ് ഇത് രണ്ട് ഡിഫറൻസും ഈ സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം, അടുത്ത ബേസിസ് ഓഫ് ഡിഫറൻസ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ഡസ് നോട്ട് ഫോം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. എല്ലാ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ എല്ലാ റൂളുകളും ചില റൂളുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ റൂളും നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്താണ് സമ്മറി രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസിൻ്റെയും രണ്ട് ആസ്പെക്റ്റ് അല്ല നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ്സ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നു, അതേപോലെ തന്നെ റെസീറ്റ് കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നു, അത്രയേ നമ്മൾ എഴുതുന്നുള്ളൂ. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ആ ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള പോലെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഐറ്റം ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇവിടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ. കാരണം ഇതൊരു നോൺ ക്യാഷ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. അവിടെ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ റവന്യൂ നേച്ചർ ഉള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇതാണ് ഇവ തമ്മിലുള്ള, അതായത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ.